ഗുഡ് ഈവനിങ്. ഞാൻ ഡോണ. കോടഞ്ചേരി മീഡിയ. സന്ധ്യാവാർത്തയിലേക്ക് സ്വാഗതം. നബീസ വധക്കേസ് മറ്റൊരു കൂടത്തായി. ഭർതൃപിതാവിനെ കൊല്ലാനും ഫസീലയുടെ ശ്രമം. കോടതിയിൽ പൊട്ടിക്കരഞ്ഞു. പാലക്കാട്. കൂടത്തായി കേസിന് സമാനതയുള്ളതാണ് പാലക്കാട് നബീസ വധക്കേസെന്ന് വിലയിരുത്തി അന്വേഷണ സംഘം. ഫസീല കുറ്റം ചെയ്ത രീതിയാണ് കൂടത്തായി കേസുമായി പോലീസ് ഇതിനെ താരതമ്യം ചെയ്യുന്നത്. നേരത്തെ ഭർത്താവിന്റെ പിതാവ് മുഹമ്മദിന് 2 വർഷത്തോളം വിഷപദാർത്ഥം ചെറിയ അളവിൽ നൽകി കൊലപ്പെടുത്താൻ ഫസീല ശ്രമിച്ചിരുന്നു. ഈ കേസിൽ ഇവർ ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഭർത്താവിന്റെ മാതാവിന്റെ മരണത്തിലും ഫസീലയ്ക്ക് പങ്കുണ്ടെന്നും ഇക്കാര്യത്തിലും അന്വേഷണം വേണമെന്നും ബന്ധുക്കൾ ആവശ്യപ്പെടുന്നു. തൃപ്പൂണിത്തുറയിൽ പർദ്ദ ധരിച്ചെത്തി മുളകുപൊടി സ്പ്രേ ചെയ്ത് പണവും ആഭരണവും കവർന്ന കേസിലും 2018 കല്ലേക്കാട് ബ്ലോക്ക് ഓഫീസിനു സമീപത്തെ ഫ്ളാറ്റിൽ നിന്ന് സ്വർണം കവർന്ന കേസിലും ഫസീല പ്രതിയാണ്. 12 വയസ്സായ മകനുണ്ടെന്നും എന്തെങ്കിലും ചെയ്യണമെന്നും ബഷീറും ഫസീലയും കോടതിയിൽ വാദിച്ചെങ്കിലും ഫലമുണ്ടായില്ല. നേരത്തെ ചെയ്ത കുറ്റകൃത്യങ്ങളെക്കുറിച്ച് പ്രോസിക്യൂഷൻ പറഞ്ഞപ്പോൾ കേസുകളിൽ പോലീസ് കുരുക്കിയതാണെന്ന് പറഞ്ഞ് ഫസീല പൊട്ടിക്കരഞ്ഞു. റംസാൻ സമയത്ത് അതിക്രൂരമായ കുറ്റകൃത്യമാണ് പ്രതികൾ ചെയ്തതെന്ന് പ്രോസിക്യൂഷന്റെ വാദിച്ചു. എന്നാൽ റംസാൻ മാസത്തിൽ പുണ്യം തേടുന്നത് യഥാർത്ഥ വിശ്വാസികളാണെന്നും പ്രതികൾ യഥാർത്ഥ വിശ്വാസികളാണെന്ന് തോന്നുന്നില്ലെന്നും കോടതി പറഞ്ഞു. എൻ വിജയന്റെ ആത്മഹത്യ. IC ബാലകൃഷ്ണൻ MLA ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾക്ക് ജാമ്യം. കൽപ്പറ്റ. വയനാട് DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട പ്രേരണക്കേസിൽ IC ബാലകൃഷ്ണൻ MLAയ്ക്ക് മുൻകൂർ ജാമ്യം. DCC പ്രസിഡന്റ് ND അപ്പച്ചൻ, മുൻ DCC ട്രഷറർ KK ഗോപിനാഥൻ എന്നിവർക്കും മുൻകൂർ ജാമ്യം ലഭിച്ചു. കൽപ്പറ്റ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജ് S ജയകുമാർ ജോണാണ് ജാമ്യം അനുവദിച്ചത്. ജില്ല വിട്ടു പോകരുത്, സാക്ഷികളെ സ്വാധീനിക്കരുത്, അന്വേഷണവുമായി സഹകരിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. IC ബാലകൃഷ്ണൻ ഉൾപ്പെടെ 4 പേർക്കെതിരെയാണ് ആത്മഹത്യാ പ്രേരണയ്ക്ക് ഈ മാസം 9 പോലീസ് കേസെടുത്തത്. പ്രതിയായതിന് പിന്നാലെ MLA ഉൾപ്പെടെ 3 പേരും ഒളിവിലായിരുന്നു. ഇന്നലെ MLA നിയമസഭയിലെത്തിയിരുന്നു. മുൻ DCC പ്രസിഡന്റായിരുന്ന അന്തരിച്ച PV ബാലചന്ദ്രൻ 4ാം പ്രതിയാണ്. 2 ദിവസം വാദം കേട്ട ശേഷമാണ് കോടതി ജാമ്യം നൽകിയത്. NM വിജയന്റെ ആത്മഹത്യാക്കുറിപ്പിൽ MLA ഉൾപ്പെടെയുള്ളവരുടെ പേരുണ്ടായിരുന്നു. NM വിജയന്റെ കത്ത് മരണമൊഴിയായി കണക്കാക്കി 3 പേർക്കും ജാമ്യം അനുവദിക്കരുതെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ ജയപ്രമോദ് വാദിച്ചു. ജാമ്യം ലഭിച്ചാൽ ഇവർ സാക്ഷികളെ സ്വാധീനിക്കാനിടയുണ്ടെന്നും കോടതി അറിയിച്ചു. ആത്മഹത്യയുമായി ബന്ധമില്ലെന്നും ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്ന ആരോപണങ്ങൾ തെറ്റാണെന്ന് തെളിഞ്ഞതാണെന്നും MLAയുടെ അഭിഭാഷകൻ TM ബഷീർ കോടതിയെ അറിയിച്ചു. ഡിസംബർ 24-നാണ് DCC ട്രഷററായിരുന്ന NM വിജയനെയും മകൻ ജിജേഷിനെയും വിഷം കഴിച്ച് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. 27-ന് ഇരുവരും മരിച്ചു. 10 ദിവസത്തിനു ശേഷമാണ് ആത്മഹത്യാക്കുറിപ്പ് പുറത്തുവന്നത്. IC ബാലകൃഷ്ണൻ, ND അപ്പച്ചൻ, KK ഗോപിനാഥൻ, PV ബാലചന്ദ്രൻ എന്നിവരാണ് മരണത്തിന് കാരണക്കാരെന്നാണ് ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത്. നിലവിൽ ക്രൈംബ്രാഞ്ചാണ് കേസ് അന്വേഷിക്കുന്നത്. ND അപ്പച്ചനു വേണ്ടി NK വർഗീസും KK ഗോപിനാഥനു വേണ്ടി സുരേന്ദ്രനും ഹാജരായി. താമരശ്ശേരിയിൽ മാതാവിനെ വെട്ടിക്കൊന്ന 24-കാരനായ മകൻ ലഹരിക്കടിമയെന്ന വിവരം കസ്റ്റഡിയിലെടുത്ത് പോലീസ്. കോഴിക്കോട്. താമരശ്ശേരിയിൽ മാതാവിനെ മകൻ വെട്ടിക്കൊലപ്പെടുത്തി. അടിവാരം കായിക്കൽ 30 ഏക്കർ സുബൈദ 50 ആണ് മരിച്ചത്. മകൻ ആഷിഖിനെ 24 പോലീസ് കസ്റ്റഡിയിലെടുത്തു. മസ്തിഷ്കാർബുദം ബാധിച്ച സുബൈദ ശസ്ത്രക്രിയയ്ക്ക് ശേഷം പുതുപ്പാടി ചോയ്യോടുള്ള സഹോദരി ഷക്കീലയുടെ വീട്ടിലായിരുന്നു. ഷക്കീലയുടെ വീട്ടിലെത്തിയാണ് ആഷിഖ് സുബൈദയെ വെട്ടിയത്. ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് 2:30-യോടെയാണ് സംഭവം. അടുത്തുള്ള വീട്ടിൽ നിന്നും കൊടുവാൾ വാങ്ങിയാണ് ഇയാൾ ആക്രമണം നടത്തിയത്. കഴുത്ത് ഏറെക്കുറെ അറ്റനിലയിൽ അയൽക്കാരാണ് സുബൈദയെ താമരശ്ശേരി ആശുപത്രിയിൽ എത്തിച്ചത്. ആഷിഖ് ലഹരിക്കടിമയാണെന്നാണ് വിവരം. ആക്രമണത്തിന് ശേഷം വീടിനുള്ളിൽ ഒളിവിൽ പോയ ആഷിഖിനെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. CPM കടത്തിക്കൊണ്ടുപോയെന്ന് ആരോപണം. കൗൺസിലറെ ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ കണ്ടെത്തി കേസെടുത്തു. കൂത്താട്ടുകുളം. CPM കടത്തിക്കൊണ്ടുപോയെന്ന് ആരോപണമുയർന്ന കൂത്താട്ടുകുളം നഗരസഭ കൗൺസിലർ കലാരാജുവിനെ CPM ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ കണ്ടെത്തി. പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കിയ ശേഷം ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ശാരീരിക അസ്വസ്ഥതകളുണ്ടെന്ന് കലാരാജ് പറഞ്ഞതിനെ തുടർന്നാണിത്. സംഭവത്തിൽ പോലീസ് കേസെടുത്തു. CPM കൂത്താട്ടുകുളം ഏരിയ സെക്രട്ടറിയും നഗരസഭ ചെയർപേഴ്സണുമടക്കം 45 പേർക്കെതിരെയാണ് കേസ്. നഗരസഭ വൈസ് ചെയർമാൻ, പാർട്ടി ലോക്കൽ സെക്രട്ടറി എന്നിവരും പ്രതികളാണ്. കലാരാജുവിന്റെ മക്കൾ നൽകിയ പരാതിയിലാണ് കേസെടുത്തത്. സംഭവത്തിൽ വിശദീകരണവുമായി CPM രംഗത്തെത്തി. CPMന്റെ 13 കൗൺസിലർമാരോടും അവിശ്വാസ പ്രമേയ ചർച്ചയിൽ നിന്ന് വിട്ടുനിൽക്കാൻ ആവശ്യപ്പെട്ടിരുന്നുവെന്നും ഇതുപ്രകാരമാണ് കലാരാജുവും പാർട്ടി ഓഫീസിലെത്തിയതെന്നും നഗരസഭ വൈസ് ചെയർമാൻ സണ്ണി കുര്യാക്കോസ് പറഞ്ഞു. ചർച്ചയുടെ സമയം കഴിഞ്ഞപ്പോൾ എല്ലാവരും വീട്ടിൽ പോയി. ആരും ആരെയും തട്ടിക്കൊണ്ടുപോയിട്ടില്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു. LDF ഭരണസമിതിക്കെതിരെ ശനിയാഴ്ച അവിശ്വാസം ചർച്ചയ്ക്ക് എടുക്കാനിരിക്കെയാണ് കലാരാജുവിനെ കടത്തിക്കൊണ്ടുപോയെന്ന പരാതി ഉയർന്നത്. UDFന് അനുകൂലമായാണ് കലാരാജു വോട്ട് ചെയ്യാനിരുന്നത്. നഗരസഭ ചെയർപേഴ്സന്റെ ഔദ്യോഗിക വാഹനത്തിൽ നിന്ന് കൗൺസിലറെ കടത്തിക്കൊണ്ടുപോയെന്നായിരുന്നു പരാതി. നഗരസഭയ്ക്കുള്ളിലേക്ക് UDF കൗൺസിലർമാരെ കയറാൻ സമ്മതിക്കാതെയാണ് LDF അംഗങ്ങൾ പ്രശ്നമുണ്ടാക്കിയിരുന്നു.
മുൻ മന്ത്രി അനൂപ് ജേക്കബ് അടക്കമുള്ളവർ സ്ഥലത്തെത്തി. പ്രവർത്തകർ പോലീസ് സ്റ്റേഷനും ഉപരോധിച്ചിരുന്നു. വീഡിയോ ചിത്രീകരണത്തിനിടെ അപകടമരണം. വാഹനം മലയാളി യുവതിയുടേത്. വാങ്ങിയത് ഡൽഹിയിലെ കമ്പനിയിൽ നിന്ന്. കോഴിക്കോട് വീഡിയോ ചിത്രീകരണത്തിനിടെ കാർ ഇടിച്ചു യുവാവ് മരിച്ച സംഭവത്തിൽ മലയാളി യുവതിയുടെ ഉടമസ്ഥതയിലുള്ള കാറാണ് അപകടമുണ്ടാക്കിയതെന്ന് പോലീസ് കണ്ടെത്തി. ഹൈദരാബാദ് സ്വദേശി അശ്വിൻ ജെയിൻ എന്നയാളുടെ പേരിലായിരുന്നു വാഹനം എന്നായിരുന്നു ആദ്യവിവരം. എന്നാൽ പോലീസ് നടത്തിയ വിശദമായ അന്വേഷണത്തിലാണ് കോഴിക്കോട് സ്വദേശിനിയായ യുവതിയുടെ പേരിലാണ് കാറെന്ന് കണ്ടെത്തിയത്. ആഡംബര കാറുകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ഹൈദരാബാദിലെ കമ്പനിയിലെ അശ്വിൻ ജെയിന്റെ പേരിലാണ് വാഹനം എന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയത്. ഹൈദരാബാദ് കമ്പനി ഡൽഹിയിലുള്ള മറ്റൊരു കമ്പനിക്ക് കാർ വിറ്റിരുന്നു. ഡൽഹിയിലെ കമ്പനിയിൽ നിന്നാണ് വാഹനം കോഴിക്കോട് സ്വദേശിയായ യുവതിയുടെ പേരിൽ വാങ്ങിയത്. എന്നാൽ വാഹനം ഡൽഹിയിലെ കമ്പനിയുടെ ഉടമസ്ഥതയിൽ തന്നെയായിരുന്നു. വാഹനം വിറ്റതുമായി ബന്ധപ്പെട്ട് വിൽപ്പന കരാർ മാത്രമാണ് ഉണ്ടായിരുന്നത്. കാർ യുവതിയുടെ പേരിലേക്ക് മാറ്റിയിരുന്നില്ല. കഴിഞ്ഞ ദിവസമാണ് വെള്ളയിൽ പോലീസ് ഹൈദരാബാദ്, ഡൽഹി എന്നിവിടങ്ങളിൽ അന്വേഷണം നടത്തി തിരിച്ചെത്തിയത്. ബീച്ച് റോഡിൽ വീഡിയോ ചിത്രീകരിക്കുന്നതിനിടെയാണ് വടകര കടമേരി തച്ചിലേരി താഴെകുനി സുരേഷിന്റെയും ബിന്ദുവിന്റെയും മകൻ ആൽവിൻ 20 കാറിടിച്ചു മരിച്ചത്. അപകടത്തെ തുടർന്നു കാറുകൾ ഓടിച്ചിരുന്ന മഞ്ചേരി സ്വദേശി സാബിദ് റഹ്മാൻ, ഇടശ്ശേരി സ്വദേശി മുഹമ്മദ് റബീസ് എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. സാബിദ് റഹ്മാന്റെ ലൈസൻസ് ഉൾപ്പെടെ സസ്പെൻഡ് ചെയ്തു. ഒരു കാർ ആക്സസറീസ് സ്ഥാപനത്തിന്റെ പ്രമോഷൻ റീൽസ് ചിത്രീകരിക്കുമ്പോഴായിരുന്നു ഡിസംബറിൽ അപകടമുണ്ടായത്. തേനീച്ച വളർത്തൽ പരിശീലന പരിപാടി കോടഞ്ചേരി ജനുവരി 20, 21, 22 തീയതിയിൽ കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെയും ഹോർട്ടികോർപ്പിന്റെയും നേതൃത്വത്തിൽ കൊടുവള്ളി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിലും കോടഞ്ചേരിയിലെ കൃഷിയിടത്തിലുമായി തേനീച്ച വളർത്തൽ പരിശീലനം നടത്തുന്നു. പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് ഹോർട്ടികോർപ്പ് സർട്ടിഫിക്കറ്റും സബ്സിഡി നിരക്കിൽ തേനീച്ച പെട്ടിയും നൽകുന്നതായിരിക്കും. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 5 പേർക്ക് അവസരമുണ്ടായിരിക്കുന്നതാണ്. കൈതപ്പൊയിൽ അഗസ്ത്യമൊഴി റോഡിന്റെ BC വർക്കുകൾ ആരംഭിച്ചു. കോടഞ്ചേരി കൈതപ്പൊയിൽ കോടഞ്ചേരി തിരുവമ്പാടി അഗസ്ത്യമൊഴി റോഡിന്റെ അവസാനഘട്ട ടാഡിങ് BC പ്രവൃത്തികൾ ആരംഭിച്ചു. 2018-ലാണ് 21 കിലോമീറ്റർ ദൈർഘ്യം വരുന്ന പ്രസ്തുത റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചത്. ചൂരമുണ്ട കപ്പേളയിൽ തിരുനാൾ മഹോത്സവം കോടഞ്ചേരി ചൂരമുണ്ട കപ്പേളയിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ നവനാൾ നൊവേനയും തിരുനാൾ മഹോത്സവവും ജനുവരി 19 ഞായർ പ്രധാന തിരുനാൾ ദിനം. 4:30 തിരുനാൾ കുർബാന, 5:30 നൊവേന സമാപനം, 6:30 നേർച്ച ഭക്ഷണം, 7:30 ആകാശവിസ്മയം, 8 മ്യൂസിക്കൽ മിമിക്രി നൈറ്റ്. 2K25 തിരുനാൾ ദിവസമായ ജനുവരി 19 രാവിലെ 9 മണി മുതൽ കഴുന്നെടുക്കുന്നതിനും നേർച്ചക്കാഴ്ചകൾ സമർപ്പിക്കുന്നതിനും വീടുകളിലേക്ക് കഴുന്നുകൊണ്ടുപോകുന്നതിനും സൗകര്യമുണ്ടായിരിക്കുന്നതാണ്. ചെമ്പുകടവ് ഗവൺമെന്റ് UP സ്കൂൾ സുവർണ ജൂബിലി സമാപന സമ്മേളനം കോടഞ്ചേരി 2024 മാർച്ച് 5-ന് ലിൻഡോ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്ത് പ്രാരംഭം കുറിച്ച ചെമ്പുകടവ് ഗവൺമെന്റ് UP സ്കൂളിന്റെ 50ാം വാർഷികാഘോഷങ്ങളുടെ സമാപന സമ്മേളനവും പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമവും ഈ മാസം 23, 24 തീയതികളിലായി നടക്കും. കാര്യപരിപാടികൾ 2025 ജനുവരി 23 പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമം പള്ളിക്കൂട മുറ്റത്ത്, 10-ന് രജിസ്ട്രേഷൻ, 10:30-ന് ഉദ്ഘാടനം. ശ്രീ അലക്സ് തോമസ് ചെമ്പകശ്ശേരി കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. 11-ന് കൂട്ടുകാരോടൊപ്പം സൗഹൃദ സംഗമം, 1-ന് സ്നേഹവിരുന്ന്, 2-ന് ആദരം പൂർവ്വ അധ്യാപകർക്ക്, 6-ന് പൂർവ്വ വിദ്യാർത്ഥികളുടെ കലാമാമാങ്കം, 8-ന് മെഗാ ഷോ കലാഭവൻ ജിൻഡോ ആൻഡ് പാർട്ടി. 2025 ജനുവരി 24 സുവർണ ജൂബിലി സമാപന സമ്മേളനം. 5-ന് ഈശ്വര പ്രാർത്ഥന സ്വാഗതം. ശ്രീ സുരേഷ് തോമസ് HM അധ്യക്ഷൻ. ശ്രീ ലിൻഡോ ജോസഫ് MLA ഉദ്ഘാടനം. ശ്രീ OR കേളു പട്ടികജാതി പട്ടികവർഗ ക്ഷേമകാര്യ വകുപ്പ് മന്ത്രി. ആശംസകൾ. ശ്രീ അലക് തോമസ് ചെമ്പകശ്ശേരി കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. ശ്രീ റോയി കുന്നപ്പള്ളി ബ്ലോക്ക് മെമ്പർ കൊടുവള്ളി. ശ്രീ CB ചിരണ്ടായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത്. ശ്രീ VD ജോസഫ് മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കോടഞ്ചേരി. ശ്രീ ടോണി പന്തലാടി PETA പ്രസിഡന്റ്. ശ്രീമതി അനു തങ്കച്ചൻ MPETA പ്രസിഡന്റ്. ശ്രീമതി സുമയ റസാഖ് സ്കൂൾ ലീഡർ. ശ്രീമതി അലൻ ജോസഫൈൻ അധ്യാപിക. ശ്രീമതി വനജ വിജയൻ വാർഡ് മെമ്പർ. ഫാദർ ഷിബിൻ തിട്ടയിൽ. ശ്രീ സുനിൽ മൂലേടത്ത്. ശ്രീ സിദ്ദിഖ് കീഴടത്ത്. രാഷ്ട്രീയ പ്രതിനിധികൾ. നന്ദി. ശ്രീ ജോസഫ് പെരുമ്പള്ളി ചെയർമാൻ സുവർണ ജൂബിലി കമ്മിറ്റി. 7:30-ന് കുട്ടികളുടെ കലാപരിപാടികൾ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം. വാർത്തകളും പരസ്യങ്ങളും അറിയിക്കുവാൻ വേണ്ടി കോടഞ്ചേരി മീഡിയ അഡ്മിന്മാരെ ബന്ധപ്പെടാവുന്നതാണ്.